നരേന്ദ്രമോദി മന്ത്രിസഭയുടെ ആദ്യ വികസനം നാളെ നടക്കും. മനോഹർ പരീഖർ, മുക്താർ അബ്ബാസ് നഖ്വി, ഗിരിജ സിംഗ് തുടങ്ങി 1 ഡസനോളം പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. സദാനന്ദ ഗൌഡയ്ക്ക് റെയിൽവേ വകുപ്പിന്റെ ചുമതല നഷ്ടപ്പെട്ടേക്കും. മന്ത്രിസഭാ വികസനം, ഗോവയിലെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നീ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് BJP പാർലമെന്ററി ബോർഡ് ദില്ലിയിൽ യോഗം ചേർന്നു. കേന്ദ്രമന്ത്രിസഭയുടെ വികസനവും ഗോവയിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുമായി ദില്ലിയിൽ ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗം ഹ്രസ്വമായിരുന്നു. നരേന്ദ്രമോദിയുടെ അഭാവത്തിൽ ചേർന്ന യോഗത്തിൽ കാര്യമായ ചർച്ചകളൊന്നും നടന്നില്ല. അതേസമയം നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നവരെ സംബന്ധിച്ച ധാരണയായിട്ടുണ്ട്. ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയിലേക്ക് പുതുതായി എത്തുന്ന BJP നേതാക്കൾ ഇവരാണ്: മനോഹർ പാരിക്കർ, മുക്താർ അബ്ബാസ് നഖ്വി, ജയന്ത് സിൻഹ, ഗിരിരാജ് സിംഗ്, ഹൻസ്രാജ് ആഹിർ, രമേശ് ബൈസ്. ഇവർക്ക് പുറമെ പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരും കേന്ദ്രമന്ത്രിസഭയിലെത്തും. ശിവസേന നേതൃത്വത്തോട് 2 പേരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് നിർദ്ദേശിക്കാൻ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരാൾ സുരേഷ് പ്രഭു ആയിരിക്കണമെന്നാണ് മോഡിയുടെ ആഗ്രഹം. ശിവസേന ശുപാർശ ചെയ്തില്ലെങ്കിലും സുരേഷ് പ്രഭു നാളെ കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്നാണ് സൂചന. TDPയിൽ നിന്ന് BY നായിഡു ആകും കേന്ദ്രമന്ത്രിസഭയിൽ എത്തുക. സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ, നിർമ്മല സീതാരാമൻ എന്നിവർക്ക് സ്ഥാനക്കയറ്റം നൽകി ക്യാബിനറ്റ് പദവി നൽകിയേക്കും. മോശം പ്രകടനം കാഴ്ചവെച്ച സദാനന്ദ ഗൌഡയ്ക്ക് റെയിൽവേ വകുപ്പിന്റെ ചുമതല നഷ്ടപ്പെട്ടേക്കും. റിപ്പോർട്ടർ, ദില്ലി.